പ്രൈസ് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു അവസരം കൂടി നമുക്ക് ദാനമായി തന്നു. നമ്മുടെ കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുന്നൊരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ കർത്താവിലായി കഴിയുമ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഓർമ്മയുണ്ടാവും. വെളിപ്പാട് പുസ്തകത്തിൽ ദാൻ ഗോത്രത്തെക്കുറിച്ചും എബ്രഹീം ഗോത്രത്തെക്കുറിച്ചും അവരുടെ പേര് വേർപെടുത്തുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഇല്ല. എന്തുകൊണ്ടില്ല എന്നുള്ളതാണല്ലോ നമ്മൾ ഇന്നലെ ചിന്തിച്ച്. അപ്പോൾ ദൈവം നമുക്ക് നൈസർഗികമായിട്ട് തന്നെ നമുക്ക് ചില അനുഗ്രഹങ്ങൾ, ചില അവകാശങ്ങൾ തരാറുണ്ട്. അത് പലപ്പോഴും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ നമ്മൾ നഷ്ടമാക്കാറുണ്ട്. അപ്പോൾ ഇവർക്കും ലഭിച്ചത് അവർ ദൈവത്തിൻ്റെ വചനം ലംഘിച്ചതുകൊണ്ട് അവരുടെ പേരില്ലാതെ പോയി. ഇതുപോലെ മറ്റനേക ചില കാര്യങ്ങൾ ഞാൻ അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ഗൗരവതരമായ പാപമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ അവകാശങ്ങളെ നഷ്ടമാക്കുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ ഗൗരവതരമായ പാപമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ എബ്രായ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഹീബ്രൂ ചാപ്റ്റർ 12 വേഴ്സ് 16 and 17 അവിടെ വായിക്കുമ്പോഴത്തേക്കും, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇടം കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കണ്ടോ, വളരെ ഗൗരവതരമായൊരു കാര്യമാണ്. അപ്പോൾ ഏശാവ് ഇസ്ഹാക്കിൻ്റെ ആദിജാതനായ പുത്രനാണ്, എല്ലാത്തിനും ഇരട്ടി പങ്ക് ലഭിക്കേണ്ടവനാണ്, ആ പേരിലാണ് വീണ്ടും തലമുറകൾ അറിയപ്പെടേണ്ടത്. എന്നാൽ താൻ ഒരു നേരത്തെ നോക്കുക, എന്താ പറയുന്നത്, ജ്യേഷ്ഠാവകാശം, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞെന്ന്. അതുകൊണ്ട് അവൻ പിന്നത്തേതിൽ അവൻ അനുഗ്രഹം പ്രാപിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു. നോക്കുക, അവസരം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് ലഭിക്കുകയില്ല. ഈ സംഭവം നിങ്ങൾക്കറിയാം അല്ലെ? ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 27-ാം അധ്യായം 30 മുതൽ 38 വരെ വാക്യം വായിക്കുമ്പോൾ, ജെനസിസ് ചാപ്റ്റർ 27 വേഴ്സ് 30 to 38. അപ്പോൾ വേട്ടയിറച്ചിയിൽ ആകൃഷ്ടനായ ഇസ്ഹാക്ക് ഏശാവിനെ അനുഗ്രഹിക്കാൻ വേണ്ടി, നീ വേട്ട തേടി എനിക്ക് നല്ല ഭോജ്യം ഉണ്ടാക്കി കൊണ്ടുപോവാ, എന്നിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു. ഇത് റിബേക്ക കേൾക്കുകയും റിബേക്ക യാക്കോബിനെ ഒരുക്കുകയും യാക്കോബിൻ്റെ കൈവശം നല്ല ഭക്ഷണം, ഇസ്ഹാക്കിന് ഏറ്റവും രുചികരമായ ഭക്ഷണം ഒരുക്കി കൊടുത്ത് ഈ യാക്കോബ് ചെന്ന് ഈ അവകാശങ്ങളെല്ലാം, ഈ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കാനിടയായി തീർന്നു. യാക്കോബ് അനുഗ്രഹം പ്രാപിച്ച് പോയ ശേഷമാണ് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഏതെല്ലാം രീതിയിലാണ് വസ്ത്രത്തിൻ്റെ മേൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ഇതെല്ലാം ഒരുക്കത്തോടു കൂടി പോയി. ഞാനാണ് നിൻ്റെ ആദിജാതൻ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് അനുഗ്രഹങ്ങളെല്ലാം മേടിച്ചു. പോയതിന് ശേഷമാണ് ഏശാവ് വേട്ട തേടി ഈ ആഹാരമൊക്കെ ഒരുക്കി കൊണ്ടുവന്നു. ഇതാ അപ്പ എഴുന്നേറ്റ് കഴിച്ചാലും എന്നിട്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ, ഇതാരാ? ഞാൻ നിൻ്റെ ആദിജാതൻ ഏശാവ്. അയ്യോ, പിന്നെ ഞാൻ ആരെ അനുഗ്രഹിച്ചേ? അപ്പോഴാണ് ഇടിവെട്ടേറ്റതുപോലെ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഇസ്ഹാക്കിന് കാഴ്ച മങ്ങിയിരുന്നത് കൊണ്ട് യാക്കോബിനെ തിരിച്ചറിയാൻ പറ്റിയില്ല. നോക്കണം, എന്നിട്ട് ഒരു സംശയമൊക്കെ ഉണ്ടായി. കാരണം സ്വരം യാക്കോബിൻ്റെതും വസ്ത്രത്തിൻ്റെതായിരിക്കുന്ന ഇത് ഏശാവിൻ്റെതുമായിരുന്നു. അവിടെ വഞ്ചിക്കപ്പെട്ടു. നോക്കണം പ്രിയമുള്ളവരെ. എന്നാൽ അവിടെ കെഞ്ചുക, ഏശാവ് കെഞ്ചുക ഇസ്ഹാക്ക് അപ്പനോട്, അപ്പോൾ നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ, എന്നെയും കൂടെ അനുഗ്രഹിക്കപ്പാ. നമുക്ക് തന്നെ ആ ഭാഗം വായിക്കുമ്പോൾ, നമ്മൾ ആ 36-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഹൃദയം കലങ്ങിപ്പോവും. അത്ര ആഴമായിട്ട് താൻ കിടന്ന് നിലവിളിക്കുക. ചിന്തിക്കണം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന അവകാശങ്ങളെ നമ്മൾ നഷ്ടമാക്കി കഴിഞ്ഞാൽ നമുക്ക് നിത്യത്തിലേക്ക് ഭയങ്കരമായ നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇന്ന് അല്പമായിട്ട് നമുക്കുള്ള അവകാശങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ സഭ മനസ്സിലാക്കണം, വിശുദ്ധന്മാർ മനസ്സിലാക്കണം. നമ്മുടെ അവകാശം, നിലനിൽക്കുന്ന അവകാശം അതെന്തൊക്കെയാണ്? നമുക്കറിയാം, പഴയ നിയമ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ലേവി ഗോത്രത്തിന് അവരുടെ മധ്യത്തിൽ അവർക്ക് അവകാശം കൊടുത്തില്ല.
നമ്മൾ സംഖ്യാപുസ്തകം 18-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ, നമ്പേഴ്സ് ചാപ്റ്റർ 18 വേഴ്സ് 20. അപ്പോൾ അവിടെ വായിക്കുന്നത്, നിനക്ക് അവരുടെ ഇടയിൽ ഒരു അവകാശം ഉണ്ടാകരുത്, അവരുടെ ഇടയിൽ നിനക്ക് ഒരു ഓഹരിയും അരുത്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ തന്നെ നിന്റെ ഓഹരിയും അവകാശവുമാകുന്നു എന്നരുളി ചെയ്തു. ഞാൻ തന്നെയാണ് നിന്റെ ഓഹരി, ഞാനാണ് നിന്റെ അവകാശം. അല്ലേ? ഇതിനെക്കുറിച്ച് നമ്മൾ ആവർത്തന പുസ്തകത്തിൽ വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 10:8-9, ഡെട്രോണമി 10 ചാപ്റ്റർ 8 and 9. അവിടെ വായിക്കുന്നത്, അക്കാലത്ത് യഹോവ ലേവി ഗോത്രത്തെ യഹോവയുടെ നിയമപെട്ടകം ചുമപ്പാനും ഇന്ന് വരെ നടന്നു വരുന്നത് പോലെ യഹോവയുടെ സന്നിധിയിൽ നിന്നും ശുശ്രൂഷ ചെയ്യുവാനും അവൻ്റെ നാമത്തിൽ അനുഗ്രഹിപ്പാനും വേർതിരിച്ചു. അതുകൊണ്ട് ലേവിക്ക് അവൻ്റെ സഹോദരന്മാരുടെ കൂടെ ഓഹരിയും അവകാശവും ഇല്ല. നിന്റെ ദൈവമായ യഹോവ അവന് വാഗ്ദത്തം ചെയ്തതുപോലെ യഹോവ തന്നെ അവൻ്റെ അവകാശവും യഹോവ തന്നെ അവൻ്റെ അവകാശം. ഉണ്ടോ? ദൈവമാണ് അവൻ്റെ അവകാശം. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ദൈവമക്കളുടെ ജീവിതത്തിൽ ഈ ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമുക്കിന്ന് ലോകത്തിൽ നേടേണ്ട ഒറ്റ നേട്ടം ക്രിസ്തുവിനെയാണ്. അതായിരിക്കും നമുക്ക് നിത്യതയിലേക്കുള്ള ഏറ്റവും വലിയ ധനം. ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഉണ്ടാകണം. പൗലോസ് അതുകൊണ്ടല്ലേ ഫിലിപ്പിനകത്ത് ഇങ്ങനെ പറയുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ദൈവമക്കൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 7-9. അവിടെ വായിക്കുന്നത്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും. അപ്പോൾ ക്രിസ്തുവിനെ നേടുക, ക്രിസ്തുവിൽ തന്നെ കാണപ്പെടുക, അതാണ് പ്രിയമുള്ളവരെ നമ്മുടെ അവകാശം. ഈ അവകാശം ഇത് നിത്യ അവകാശമാണ്. ഇന്ന് നമുക്ക് ഈ ചെറിയൊരു ആയുസ്സിൽ എത്രമാത്രം ക്രിസ്തുവിനെ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥമായ നമ്മുടെ സമ്പത്ത്. ഈ ഒരു കാഴ്ചപ്പാട് എല്ലാ ദൈവമക്കൾക്കും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വളരെ ശ്രദ്ധിക്കണം. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്രമാത്രം ക്രിസ്തുവിനെ നേടാൻ കഴിഞ്ഞു? ഓരോ ദിവസവും നമുക്ക് ക്രിസ്തുവിനെ നേടാൻ കഴിയുന്നുണ്ടോ? നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം. നമ്മൾ ക്രിസ്ത്യാനുരൂപരായി തീരുക. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തണം. ആ പുത്രന്മാരാണ് നമ്മൾ. ആ പുത്രനെ പോലെ നമ്മൾ ആയിത്തീരണം. അത് നമ്മളെ ക്രിസ്തുവിനെ നേടുന്നതിൻ്റെ അനുസരിച്ചാണ് നമുക്ക് ആ വലിയ ഭാഗ്യപദവി നിത്യതയിൽ ലഭിക്കാൻ പോകുന്നത്. ഇത് മറക്കരുത്. രണ്ടാമത്തെ കാര്യം, നമുക്കുള്ള അവകാശം ദൈവരാജ്യം എന്നുള്ള അവകാശമാണ്. വളരെ ശ്രദ്ധിക്കണം. വീണ്ടും ജനനം സംഭവിച്ചിരിക്കുന്ന, നമുക്കറിയാം, നിക്കോദോസിനോട് കർത്താവ് സംസാരിക്കുമ്പോൾ യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യം എല്ലാം ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തെ പ്രവേശിപ്പാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ദൈവരാജ്യം എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അപ്പോൾ എന്നിട്ട് 5-ാം വാക്യത്തിൽ അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ദൈവരാജ്യം എന്നുള്ളത് നമ്മുടെ അവകാശമാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഇത് നമ്മൾ ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ഇന്ന് ദൈവരാജ്യത്തിലാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇന്ന് അനേകർക്ക് നമുക്കറിയാം, നമ്മൾ 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 6-ാം അധ്യായം, 1 Corinthians chapter 6 verse 9 and 10, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നറിയുന്നില്ലയോ? അപ്പോൾ അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. നോക്കുക. എന്നിട്ട് അവിടെ പാപത്തിൻ്റെ ഒരു ലിസ്റ്റ് പറഞ്ഞിരിക്കുക. ഞങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ, ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, ആവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. നോക്കുക. എന്നിട്ട് പറയാണ്, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നുവെങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചു. അങ്ങനെ നിങ്ങൾ ദൈവരാജ്യത്തിലായി തീർന്നു. എത്ര വലിയ കാര്യമാണ്. ഇന്ന് നമ്മൾ ദൈവരാജ്യത്തിലാണെന്നുള്ളൊരു ഉറപ്പുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇന്ന് ഈ പുത്രൻ്റെ രാജ്യത്തിലാണെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഒരിക്കൽ അന്ധകാരത്തിലായിരുന്നു. ഇന്ന് നമ്മൾ അത്ഭുത പ്രകാശത്തിലാണ്. കൊളോസ്യർ 1:13, കൊളോസ്യം ചാപ്റ്റർ 1 വേഴ്സ് 13. അവിടെ വായിക്കുന്നത്,
നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. നോക്കുക, തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആര്? വീണ്ടും ജനിച്ച ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എവിടെയാണ്? പുത്രൻ്റെ രാജ്യത്തിലായിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കുള്ള കർത്തവ്യം അതാ പ്രിയമുള്ളവരെ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 26-18 വാക്യത്തിൻ്റെ ബി പാർട്ടിൽ, ആക്ട്സ് ചാപ്റ്റർ 26 വേഴ്സ് 18 ബി പാർട്ട്, അവിടെ വായിക്കുന്നത് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു. കണ്ടോ, പൗലോസ് അയക്കുമ്പോൾ കർത്താവ് പറയുന്ന കാര്യമാണ്. അവർ ഇരുട്ടിൻ്റെ അധികാരത്തിൽ കിടക്കുക, അവരെ വെളിച്ചത്തിലേക്ക് നയിക്കണം. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ദൈവരാജ്യത്തിലാണെന്നുള്ള ആ കാര്യത്തിൽ നമ്മൾ ഉറപ്പ് പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവരാജ്യത്തിലാണോ എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാർ? നിങ്ങൾ ഇന്ന് ദൈവരാജ്യത്തിലാണെന്ന് ഉറപ്പുണ്ടോ? എന്താണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, റോമാലേഖനം 14:17, റോമൻസ് ചാപ്റ്റർ 14 വേഴ്സ് 17. അവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ദൈവരാജ്യം നമുക്ക് അവകാശമാണ്. ഇന്ന് ഞാൻ ദൈവരാജ്യത്തിലായിരിക്കുന്നു എന്നുള്ള ആ ബോധ്യം. അപ്പം കർത്താവ് നമ്മുടെ അവകാശമാണ്. രണ്ടാമത്തത്, ദൈവരാജ്യം നമ്മുടെ അവകാശമാണ്. 3, പരിശുദ്ധാത്മാവ് നമ്മുടെ അവകാശമാണ്. പരിശുദ്ധാത്മാവ് നമുക്കറിയാം, എഫേസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ വായിക്കാം, എഫേസ്യർ 1:13-14. സുവിശേഷം എന്ന സത്യവചനങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നമ്മുടെ അവകാശത്തിൻ്റെ വാഗ്ദത്തം നമ്മൾ നോക്കണം. നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്നത് നമുക്കുള്ള ദൈവികമായിരിക്കുന്ന അവകാശമാണ്. വീണ്ടും ജനിച്ച് എല്ലാവരും പരിശുദ്ധാത്മാവിലാണ് വീണ്ടും ജനിച്ച് എല്ലാവരും ആത്മാവ് പ്രാപിച്ചവരാണ്. അപ്പോൾ ഈ ആത്മാവാണ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നത്. നോക്കുക, എത്ര വിലപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇന്ന് ഈ പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടുന്നു എന്ന് പറയപ്പെടാൻ നമുക്ക് കഴിയുമോ? അപ്പോൾ നമ്മളിവിടെ 3 കാര്യം ചിന്തിച്ചു. 1, ദൈവം നമ്മുടെ അവകാശം. അപ്പോൾ ക്രിസ്തുവിനെ നേടുക എന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മുടെ കർത്തവ്യം. 2, ദൈവരാജ്യം നമ്മുടെ അവകാശം. രക്ഷിക്കപ്പെട്ട നമ്മളെല്ലാവരും ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും പുത്രൻ്റെ രാജ്യത്തിലായിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവരാജ്യത്തിലായിരിക്കുന്നു. എത്ര വലിയ കാര്യമാണ്. 3-ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് നമ്മുടെ അവകാശം. ഈ അവകാശത്തിന് പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നത്. 4-ാമത്തെ കാര്യം, എല്ലാം വളരെ ഗൗരവമായ കാര്യമാണ്. 4-ാമത്തെ കാര്യം, മക്കളെന്ന അവകാശം. എന്താണ് മക്കളെന്ന അവകാശം? നമ്മൾ ചിന്തിക്കണം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യം വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുസമാചാർ ചാപ്റ്റർ 1 വേഴ്സ് 12 and 13, അവിടെ നമ്മൾ വായിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ ദൈവത്തിൽ നിന്നും ജനിച്ചതുകൊണ്ട് അവർ ദൈവമക്കളാണ്. ദൈവത്തിൽ നിന്നും ജനിച്ചവരാരാണ്? ദൈവമക്കൾ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് 1 യോഹന്നാൻ 3:1. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 1 ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 1. എന്താണ്? കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെ അറിയുന്നില്ല. എത്ര വിലപ്പെട്ട കാര്യമാണ് പ്രിയമുള്ളവരെ. ലോകം ദൈവത്തെ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മെ അറിയുന്നില്ല. എന്നാൽ നാം ദൈവമക്കളാകുന്നു. നാം ദൈവമക്കളാകുന്നു എന്നുള്ളത് വിലപ്പെട്ടൊരു കാര്യമല്ലേ? ചിന്തിക്കുക. പ്രിയമുള്ളവരെ, പിശാചിന് നമ്മളെ ഭയമാണ്. കാര്യം അറിയോ? അതേ 1 യോഹന്നാൻ 4:4 വായിക്കുന്നത്, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നമ്മളിൽ ആരാ ഉള്ളേ? നമ്മളിൽ ത്രിയേക ദൈവമുണ്ട്. പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മ എവിടെ വസിക്കുന്നോ അവിടെ പുത്രനും പിതാവും ഉണ്ട്. പുത്രൻ എവിടെ വസിക്കുന്നോ അവിടെ പരിശുദ്ധാത്മാവും പിതാവുമുണ്ട്. പിതാവ് എവിടെ വസിക്കുന്നോ അവിടെ പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. അവരൊരിക്കലും വേർപെടുന്നില്ല. ഇത് വലിയ സത്യമാണ്. ഈ യാഥാർത്ഥ്യമൊക്കെ ഒന്ന് മനസ്സിലാക്കണേ. നമുക്ക് ഇപ്പോൾ ഒരു വലിയ ഫെലോഷിപ്പാണ്. ആരൊക്കെയാണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. എത്ര വലിയ കൂട്ടായ്മ.
അതുകൊണ്ട് നമുക്ക് എന്തുണ്ട്? നമുക്ക് മക്കൾ എന്ന അവകാശം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കും. റോമാലേഖനത്തിൽ പൗലോസ് എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 16 and 17. അവിടെ വായിക്കുന്നത്, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അപ്പോൾ നോക്കണം, നമുക്ക് മക്കളെന്ന അവകാശത്തിൽ നമുക്ക് വലിയ വലിയ അനുഗ്രഹങ്ങളുണ്ട്. മാത്രമല്ല ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാണ്. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് പ്രിയ ദൈവമക്കളെ നമുക്ക് ദൈവം വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? വളരെ വിലപ്പെട്ട കാര്യമാണ്. 5-ാമത്തെ കാര്യം, 4 കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓർക്കണം, ഒന്ന്, നമ്മൾ ദൈവം നമ്മുടെ അവകാശം, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു, പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ ക്രിസ്തു നമ്മുടെ അവകാശം. ഈ ക്രിസ്തുവിനെ നേടുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. 2, ദൈവരാജ്യം നമ്മുടെ അവകാശം. നമ്മൾ ഇന്ന് ദൈവരാജ്യത്തിലായിരിക്കുന്നു. ലോകത്ത് 2 രാജ്യമേ ഉള്ളൂ, ഒന്ന് പിശാചിന്റെ രാജ്യം, ഒന്ന് ദൈവരാജ്യം. അപ്പോൾ നമ്മൾ ഇന്ന് ദൈവരാജ്യത്തിലായിരിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. 3, പരിശുദ്ധാത്മാവ് നമുക്ക് അവകാശമായി ലഭിച്ചു. ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ സകലസത്യത്തിലും വഴി നടത്തുന്നത്. 4-ാമത്തെ കാര്യം, മക്കൾ എന്ന അവകാശം. നമുക്ക് വീണ്ടും ജനനത്തിലൂടെ നമുക്ക് മക്കൾ എന്ന അവകാശം ലഭിച്ചു. അപ്പോൾ നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അതുകൊണ്ട് തന്നെ ശത്രു നമ്മളെ ഭയപ്പെടുന്നു. പിശാചിന് നമ്മളെ ഭയമാണ്. പല ദൈവമക്കൾക്കും അറിവില്ലാത്തത് കൊണ്ട് അവർ പിശാചിനെ ഭയപ്പെടുന്നു. ഉൾട്ട തിരിച്ചുപോയി. എത്ര അറിവില്ലായ്മയല്ലേ! സത്യങ്ങൾ അറിയണം ദൈവമക്കൾ. ഈ സത്യങ്ങളൊന്ന് നന്നായിട്ടൊന്ന് അറിഞ്ഞേ. ഞാൻ വാസ്തവത്തിൽ ഇതൊക്കെ പറയാനായിട്ട് എൻ്റെ ഉള്ളങ്ങ് തുള്ളുകയാണ്. എങ്ങനെ നിങ്ങൾ ഇതൊന്ന് പറഞ്ഞു, നിങ്ങൾ ഇതിലൂടെ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നു. പക്ഷേ ഈ നിലയിലെങ്കിലും നിങ്ങളുമായിട്ട് ഈ നിലയിൽ ദൈവവചനം പങ്കുവയ്ക്കുവാൻ കർത്താവ് തരുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. 5-ാമത്തെ കാര്യം, നമുക്ക് അവകാശമെന്ന പ്രതിഫലം. നമ്മളെല്ലാവരും നമ്മൾ ഓടിയതും അധ്വാനിക്കുന്നതിനൊക്കെ ഒരു പ്രതിഫലമുണ്ട്, അവകാശം. ഈ അവകാശമെന്ന പ്രതിഫലം ദൈവം നമുക്ക് തരും. വീണ്ടും ജനിച്ച എല്ലാവർക്കും നിത്യത്തിലേക്ക് വലിയ പ്രതിഫലങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 1 പത്രോസ് 1-ാം അധ്യായം 3-5. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 3-5. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. കണ്ടോ, എന്ത് അവകാശമാണ്? ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത, എന്നുകൂടെ ഒരിക്കലും നശിക്കാത്ത അവകാശങ്ങൾ. ഇതൊക്കെ ചിന്തിക്കണം. ഇതൊക്കെ നമ്മുടെ ഭാവനയ്ക്കൊക്കെ അപ്പുറമായ കാര്യമാണ്. ഇതൊക്കെ പരിശുദ്ധാത്മാവിൽ മാത്രമേ നമുക്ക് ഗ്രഹിക്കാൻ കഴിയൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പിറുപിറുപ്പ് കൂടാതെ ആത്മാവിൽ സന്തോഷത്തോടെ ചെയ്യണം. കൊളോസ്യ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. കൊളോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. കൊളോസ്യ ചാപ്റ്റർ 3 വേഴ്സ് 24. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. കണ്ടോ, അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. പറയാം, നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും കർത്താവിനെന്നവണ്ണം ചെയ്തുകൊണ്ട് നമ്മൾ ആ അവകാശം പ്രാപിക്കുവാൻ അന്ന് നമ്മൾ ലജ്ജിതരാകാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന പണികൾ തടി വൈക്കോൽ പുല്ലാകാൻ പാടില്ല. അത് സ്വർണവും സ്വർണം, വെള്ളി, വിലയേറിയ കല്ല് ഇങ്ങനെയായിരിക്കണം. നമ്മൾ 1 കൊരിന്ത്യർ 3-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യത്തിൽ വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഭാഗം അറിയാം, ഞാൻ എല്ലായിടത്തും വായിക്കുന്നില്ല. അപ്പോൾ കത്തിപ്പോകരുത് പ്രതിഫലം പ്രാപിക്കുവാൻ തക്കവണ്ണം. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന സകല പ്രവൃത്തികൾക്കും കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ അവസാനം പറയുമ്പോൾ 22-ാം അധ്യായം 12-ാം വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. എത്ര വിലപ്പെട്ട കാര്യമാണ്. ദൈവം പ്രതിഫലവുമായിട്ട് വരുമ്പോൾ നാം എന്ത് നിലയിലുള്ള പ്രതിഫലം പ്രാപിക്കുവാനായിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്? നമ്മൾ റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെ വായിക്കുമ്പോൾ റോമൻസ് ചാപ്റ്റർ 2 വേഴ്സ് 6-8 അവിടെ വായിക്കുന്നത്, റോമൻസ് ചാപ്റ്റർ 2 വേഴ്സ് 6-8 അവിടെ വായിക്കുന്നത്,
അവൻ ഓരോരുത്തർക്ക് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത കൊണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം കൊണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. അപ്പോൾ ഓരോരുത്തർക്കും അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കും. ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ കാര്യങ്ങൾ എത്ര സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുക. തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ആത്മാവിൽ വായിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ തുള്ളിച്ചടാതിരിക്കാൻ പറ്റും ദൈവമക്കളെ? അല്പകാലം മാത്രമുള്ള ഈ ചെറിയൊരു ആയുസ് നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുക എത്രയോ ഭാഗ്യമാണ്. അപ്പോൾ അല്ല, ഇനി ആറാമത്തെ കാര്യം കൂടെ പറഞ്ഞ്, ഞാൻ 6 കാര്യമാണ് പറയാമെന്ന് പറഞ്ഞ്, ആറാമത്തെ കാര്യം വാഗ്ദത്തങ്ങൾ നമ്മുടെ അവകാശം. നമുക്ക് ദൈവം വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. അത് എബ്രായ ലേഖനം 6-ാം അധ്യായം, Hebrews chapter 6 verse 12. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ വായിക്കാം. 6:12. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരായി തീരണം. നമുക്ക് അനേക വാഗ്ദത്തങ്ങൾ നമുക്കറിയാം. തിരുവചനത്തിൽ 1800 പരം വാഗ്ദത്തം ഉണ്ടെന്നുള്ളതാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. എനിവേ, ഒരു കാര്യം നമുക്കറിയാം, നമ്മുടെ കർത്താവ് നമുക്ക് അനേക വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്, അല്ലേ? ഞാൻ നിങ്ങൾക്ക് പോയി ഭവനം ഒരുക്കാൻ പോകുന്നു, ഞാൻ ഇരിക്കുന്നത് നിങ്ങളെ ആയിരിക്കണം, ഞാൻ നിങ്ങളെ വീണ്ടും വന്ന് ചേർത്ത് കൊള്ളാം, നിങ്ങൾ എന്നോട് ജയാളികൾ എന്നോടുകൂടെ സിംഹാസനത്തിൽ നിന്ന് വാഴും. അങ്ങനെ അനേകമായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇനി മരണമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് നമ്മൾ പോകാൻ പോകുകയാണ്. ഒന്നും ഇനിയില്ല. അതെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുക. എല്ലാം വാഗ്ദത്തങ്ങളാണ്. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അനേക വാഗ്ദത്തങ്ങൾ നമ്മൾ ഈ ജീവിതത്തിൽ സ്വന്തമാക്കി ഇനിയും അനേക വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചെറിയൊരു ആയുസ്സിൽ നമുക്ക് പറയാൻ കഴിയേണ്ടത് ദാവീദ് പറഞ്ഞതുപോലെ ഒരു ശബ്ദമാണ്. എന്താണെന്നറിയാവോ? 16-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യം, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. Psalms 16:2. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളതുകൊണ്ട് ഈ ചെറിയൊരു ആയുസ് നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് പിന്നാലെ ഓടി നമ്മുടെ ജീവിതത്തെ വ്യർത്ഥമാക്കരുത്. നമുക്കറിയാം, നയമാൻ കൊണ്ടുവന്നത് എലീശ നിഷേധിച്ചു. എലീശയോട് നയമാൻ വളരെ റിക്വസ്റ്റ് ചെയ്തു, നീ കുറച്ചെങ്കിലും മേടിക്ക്. എലീശ മേടിച്ചില്ല. നമ്മൾ 2 രാജാവ് 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ എലീശ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഞാനൊന്നും മേടിക്കത്തില്ല. എന്നാൽ എലീശയുടെ ശിഷ്യനായി ഗേഹസി, എൻ്റെ യജമാനൻ ഒന്നും മേടിച്ചില്ല, ഞാൻ കുറച്ചൊക്കെ മേടിക്കും എന്നും പറഞ്ഞുകൊണ്ട് പുറകെ ഓടി. നമുക്കറിയാം അതിൻ്റെ 5-ന്റെ-20-ാം വാക്യം. താൻ ഓടിപ്പോയി, താൻ മേടിച്ചു, തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിച്ചു. അവസാനം വന്ന് എലീശയുടെ മുമ്പിൽ നിൽക്കുക. എലീശ ചോദിച്ചു, നയമാനിനെ എവിടെ പോയതാ? ഗേഹസിനെ എവിടെ പോയതാ? ഞാനും പോയില്ല, ഞാൻ പുറത്തുകൂടെ ഉണ്ടായിരുന്നു. കള്ളം പറഞ്ഞു. അപ്പോൾ നീ ഓടിപ്പോയതും നീ അത് മേടിച്ചതും നീ ചെയ്തതൊക്കെ ഞാൻ കണ്ട്. അതുകൊണ്ട് നയമാന്റെ കുഷ്ഠം നിനക്കും തലമുറയ്ക്കും ഇരിക്കുന്നു പറഞ്ഞു. നോക്കണേ, എത്ര ദുഃഖകരമാണ് പ്രിയമുള്ളവരെ. ഈ ലോകത്തിന് പിന്നാലെ ഓടുക. അതിൻ്റെ 26-27 വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഗേഹസി കുഷ്ഠരോഗിയായി മാറുകയാണ്. അവൻ്റെ തലമുറയ്ക്ക് അത് ലഭിക്കുക. അപ്പോൾ നമ്മുടെ കർത്താവ് അവിടുന്ന് ലോകക്കാരനല്ല. നമ്മുടെ ലോകത്തൊന്നും വേർപെടുത്തി നമ്മൾ ലോകക്കാരെ പോലെ ആകാൻ പാടില്ല. പ്രിയമുള്ളവരെ, നിത്യതയായിരിക്കും നമ്മുടെ ദർശനം. ആ സ്വർഗീയ ദർശനം പ്രാപിച്ച് നിത്യതയിലേക്ക് ലഭിക്കേണ്ട ആ കാര്യങ്ങളെക്കുറിച്ച് നല്ല കാഴ്ചപ്പാട് പ്രാപിച്ച് നമ്മൾ ഈ ചെറിയൊരു ആയുസ് കഴിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം, നമുക്ക് ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ അവകാശമാക്കുക. ഇതെല്ലാം അവകാശമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ശോധന കഴിക്കുന്നത് നന്നായിരിക്കും. ഞാൻ നിങ്ങളോട് 6 കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. അനേക കാര്യങ്ങളുണ്ട്. ഞാനൊരു ഒരു പ്രോത്സാഹനത്തിന് വേണ്ടി അത് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഒന്നുകൂടെ പറയട്ടെ, 6 പോയിന്റ്. 1, നമ്മൾക്ക് നമ്മുടെ കർത്താവ് നമ്മുടെ അവകാശമായിരിക്കണം. കർത്താവിനെ നമുക്ക് നേടാൻ കഴിയണം. 2, ദൈവരാജ്യത്തിൽ ഞാൻ ആണെന്ന് ഉറപ്പുവരുത്തണം. ഞാൻ രക്ഷിക്കപ്പെട്ട് ഞാൻ അന്ധകാരത്തിനും അത്ഭുത പ്രകാശത്തിലായിരിക്കുന്നു എന്നുള്ള ബോധ്യം അത് നമ്മൾ പ്രാപിക്കണം. 3, പരിശുദ്ധാത്മാവ് എനിക്ക് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവ് എനിക്ക് ലഭിച്ചു. ഇന്ന് ആത്മാവ് എന്നെ നടത്തുന്നു. ഈ ആത്മാവ് എനിക്ക് തന്നെ എന്നോട് സാക്ഷ്യം പറയുന്നു, നീ ദൈവവൈതലാണ്. ആ ഒരു സാക്ഷ്യം കേൾക്കുന്ന അനുഭവം നമുക്കുണ്ടായിരിക്കണം. 4, നമ്മൾ ദൈവമക്കൾ എന്ന അവകാശം. നമ്മൾ വീണ്ടും ജനിച്ചവരാണ്. കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതിലൂടെ നമ്മൾ വീണ്ടും ജനിച്ചു. അങ്ങനെ വീണ്ടും ജനിച്ച് നമ്മൾ ദൈവമക്കളാകുന്നു. ഈ ലോകത്തേക്കാൾ വലിയവൻ നമ്മളിൽ ഉണ്ട്. ഈ സാക്ഷ്യം നമുക്കുണ്ടായിരിക്കണം.
5 നമുക്ക് അവകാശം എന്ന പ്രതിഫലം. നമ്മൾ ചെയ്യുന്ന സകല പ്രവൃത്തികളും ക്രിസ്തുവിന് എന്നവണ്ണം ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവർക്ക് നിത്യതയിൽ വലിയ പ്രതിഫലമുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് നശിച്ചു പോകാത്ത ഓട്ടവും വാട്ടവും നശിക്കാത്തതുമായ അനേക കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വീണ്ടും ജന്മം നമുക്ക് തന്നിരിക്കുന്നത്. ഈ അവകാശം നമുക്കുണ്ട്. 6ാമത്തെ കാര്യം, വാഗ്ദത്തങ്ങൾ നമ്മൾ അവകാശമാക്കണം. നമ്മുടെ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തന, വാക്ക് മാറുകയില്ല, കള്ളം പറയാൻ നമ്മുടെ കർത്താവിന് കഴിയുകയില്ല. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ ചെറിയൊരായുസ് ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യമുള്ളവരായി നിൽക്കുവാൻ ഈ ചെറിയൊരു സന്ദേശത്താൽ ദൈവം കേൾവിക്കാരായി നിങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കട്ടെ. ആ ഒരു വലിയ നന്മയിൽ നിങ്ങളും ആനന്ദിച്ച് ആർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഇടയാക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.